എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലേ? എന്ന് വെച്ചാൽ ഇന്ന് ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു ഉയർച്ചയിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൊടുമുടിയിലായിരിക്കും നിൽക്കുന്നത്. നാളെ ചിലപ്പോൾ അത് ഏറ്റവും താഴ്വാരത്തിലോട്ട് അത് പോകുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോയെന്നിരിക്കും. അതല്ല എങ്കിൽ ഒരു മിഡിൽ അല്ലേ, എന്ന് വെച്ചാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയെന്നിരിക്കും. അങ്ങനെ വിശ്വാസത്തിൻ്റെ പല സ്റ്റേജുകളിലൂടെ ആയിരിക്കും ഓരോ വിശ്വാസികളും കടന്നു പോകുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ഈ ലോകത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഒരാളും കടന്നു പോകുന്നില്ല അല്ലേ? കാരണം ആരും ജനിച്ചപ്പോൾ തൊട്ട് മരിക്കുന്നിടം വരെ ഫുൾ സന്തോഷം മാത്രം അനുഭവിച്ച ഒരു വ്യക്തി പോലും ഇല്ല എന്നുള്ളത് നമ്മൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസ ജീവിതത്തിലും പലപ്പോഴും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കും അല്ലെ, വിശ്വാസത്തിൻ്റെ ലെവലിൻ്റെ ഏറ്റവും താഴെത്തട്ടിലിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ അങ്ങ് എന്നെ ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചോ, ഞങ്ങളെ തള്ളിക്കളഞ്ഞോ, അല്ലെങ്കിൽ അങ്ങയുടെ മുഖം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുമല്ലോ. ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങളും പലപ്പോഴും ഒക്കെ ദൈവത്തോട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാകും അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾക്ക് സഹിക്കുവാൻ പറ്റാത്തതും എന്നാൽ നമ്മൾക്ക് അഭിമുഖീകരിക്കുവാൻ ഒത്തിരി പ്രയാസമുള്ളതുമായ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് സ്വാഭാവികമായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ. നമ്മൾക്ക് ചോദിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളത് തന്നെ നമ്മളുടെ വലിയൊരു പ്രിവിലേജാണ് അല്ലേ? അതൊരു സത്യമല്ലേ? കാരണം അല്ലാത്തവർക്ക് ആരോടാണ് ചോദിക്കുന്നത്? ആരോടും പറയാനുമില്ല, ചോദിക്കാനുമില്ല അല്ലേ? നമ്മൾക്ക് ചോദിക്കാൻ ഒരു ദൈവമെങ്കിലും ഉണ്ട്. ദൈവമേ അങ്ങനെ ഉപേക്ഷിച്ചോ, അങ്ങനെ തള്ളിക്കളഞ്ഞോ, എൻ്റെ കുടുംബത്തിന് നേരെ അങ്ങ് മുഖം മറച്ചിരിക്കുകയാണോ, എൻ്റെ ജോലി മേഖലയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളിലൊക്കെ ദൈവമേ അങ്ങ് മുഖം മറച്ചിരിക്കുകയാണോ എന്നും നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു പോകാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് 13-ാം സങ്കീർത്തനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ദാവീദിൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അറിയാമോ? ദാവീദും എന്താണ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അങ്ങനെ ഉപേക്ഷിച്ചോ, അങ്ങനെ തള്ളിക്കളഞ്ഞോ എന്ന് വെച്ചാൽ ഭയങ്കരമായ നിരാശയും ഡിപ്രഷൻ്റെയും ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ആര് സംസാരിച്ചിരിക്കുന്നത്? ദാവീദും ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ അങ്ങനെ ഉപേക്ഷിച്ചോ, അങ്ങനെ തള്ളിക്കളഞ്ഞോ, അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എൻ്റെ വൈരികൾ എൻ്റെ നേരെ ഉയർന്നിരിക്കുകയാണ് എന്നൊക്കെ പുള്ളി അങ്ങ് പറയുകയാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ജീവിതത്തിലല്ലേ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് കടന്നുപോയ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ? ഓടിപ്പോയി, കുടുംബക്കാരെ പേടിച്ച് ഓടിപ്പോയി, രാജാവിനെ പേടിച്ച് ഓടിപ്പോയി, ഒന്നാമത് കുടുംബത്തിനകത്തുനിന്ന് പുള്ളിനെ തള്ളിക്കളഞ്ഞേക്കുക. പുള്ളിനെ എങ്ങോട്ട് കൊണ്ടുപോയിട്ടേക്കുക? ഒരു ആടിനെ മേയ്ക്കാൻ കാട്ടിൽ കൊണ്ടുപോയിട്ടേക്കുക. അതാ ദൈവം പറഞ്ഞിരിക്കുന്നതല്ലേ, നിന്നെ ഞാൻ ആടുകളെ മേയിച്ച കാട്ടിൽ നിന്നും അല്ലേ നിന്നെ ഞാൻ വിളിച്ചതെന്ന് ദാവീദിനോട് ദൈവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും തകർന്ന സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ മേലെ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ എന്താണ്? അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ അതുവരെ കരടിയോടും എന്താ പറയുക, സിംഹത്തിനോടും ഒക്കെ പോരാടിയാൽ മതിയായിരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ രൂപത്തിലിരിക്കുന്ന സിംഹത്തിനോടും കരടിയോടും ഒക്കെയാണ് പോരാടേണ്ടത് അല്ലേ? ദാവീദ് അത്രയും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടില്ല. ആടിനെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ദാവീദിൻ്റെ നേരെ വന്ന കരടിയെയും സിംഹത്തെയൊക്കെ പുള്ളി എന്ത് ചെയ്തു? പുള്ളി അതിനെയൊക്കെ അടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞു അല്ലേ? അതിനെയൊക്കെ കീറിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവസാനം പറയുന്നുള്ളത്, യഹോവയാലാ, എൻ്റെ ദൈവത്താലാ എനിക്കത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ദാവീദ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ദാവീദിന് അതൊന്നും വലിയ വിഷയമായിരുന്നില്ല കേട്ടോ. എന്നാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ദാവീദിന് സഹിക്കുവാൻ പറ്റാത്ത വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദാവീദിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ 13-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ചോദിക്കുക, ദൈവമേ അങ്ങനെ തള്ളിക്കളഞ്ഞോ, അങ്ങനെ ഉപേക്ഷിച്ചു, എൻ്റെ ശത്രു എൻ്റെ മേൽ ജയമെടുക്കുവാൻ അങ്ങ് വിട്ടുകൊടുക്കരുതേ, അതിന് എൻ്റെ ശത്രു എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിലാണ് 13-ാം സങ്കീർത്തനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ. എന്നിട്ട് അതിൻ്റെ അവസാനത്തേതുണ്ടല്ലോ, അവസാനത്തെ 6-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ദാവീദ് പറയുക, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാനവന് പാട്ടുപാടുമെന്ന്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ 13-ാം സങ്കീർത്തനം ഒരു ചെറുതാണ്, 6 വാക്യമേ ഉള്ളൂ. അതിനകത്ത് ഒന്നാമത്തിനകത്ത് തൊട്ട് ഇങ്ങനെ കരഞ്ഞു പോകുക. 5-ാമത്തെ ലൈൻ വരെ എന്താണ്? പുള്ളി കരഞ്ഞു പോവുകയാണ്. എന്നിട്ട് 6-ാമത്തതിൽ എത്തിയപ്പോൾ പറയുക, എന്താ പറയുന്നത്? ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാനവന് പാട്ടുപാടും, ഞാനവനെ സ്തുതിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തോട് ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷൻസും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? അത് നമ്മളുടെ മേൽ ശത്രു ജയം എടുക്കുവാനായിട്ട് ഇടവരുത്തും. അതാ ദാവീദ് പറഞ്ഞതും, എൻ്റെ ശത്രു എൻ്റെ മേൽ ജയം എടുക്കുവാൻ ഇടവരുത്തരുതേ എന്നും. കാരണം നമ്മൾ നിരാശയിലൂടെ ദൈവത്തിലുള്ള പ്രത്യാശ വിട്ട് നമ്മൾ മാറിപ്പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ശത്രുവായ
പിശാച് ജയമെടുക്കുവാനായിട്ട് ഇടയാകും. കാരണം ഒരു വിശ്വാസിയുടെ ജയം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്, അല്ലേ? വിശ്വാസമില്ല എങ്കിൽ വിശ്വാസി വെറും സീറോയാണ്. അപ്പോൾ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? നമ്മൾക്ക് ജയം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ശത്രു നമ്മളുടെ മേൽ ജയമെടുക്കുവാനായിട്ട് ഇടവരും. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങെന്താണ് കർത്താവേയും എന്നെ തള്ളിക്കളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്, എൻ്റെ വിശ്വാസം എന്നിൽ നിന്നും മാറിപ്പോകുവാൻ ദൈവം അനുവദിക്കരുത്, അങ്ങ് എന്നിൽ നിന്നും മുഖം മറച്ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് നിലവിളിക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ കേട്ടോ, ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല കേട്ടോ. ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല, നമ്മൾക്കെതിരെ മുഖം തിരിച്ചിരിക്കത്തുമില്ല. മുഖം തിരിച്ചിരിക്കും എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ വചനം വിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൻ്റെ പടുകുഴിയിലോട്ട് വീണ് കഴിയുമ്പം ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കും. അല്ലാതെ നമ്മൾക്ക് വിഷയങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഒരിക്കലും ദൈവം നമ്മളെ എന്താ പറയുക അനാഥരായി വിട്ടിട്ട് പോകത്തില്ല കേട്ടോ. നമ്മളെ നമ്മളെ തള്ളിക്കളഞ്ഞു പോകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവം നമ്മളെ ഉപേക്ഷിച്ചുവെന്നും ഒരിക്കലും പറയണ്ട. പക്ഷെ നമ്മൾ പറഞ്ഞു പോകും, ജീവിതത്തിൽ പറഞ്ഞു പോകും, അതൊന്നും കാര്യമാക്കണ്ട. ഓർക്കുക, ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് ഈ പ്രതിസന്ധിയിൽ നിന്ന് അങ്ങനെ ഒന്ന് വിടുവിക്കണം, അങ്ങ് എനിക്കൊരു രക്ഷ തരണമെന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുക, ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല? ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. പകരം ആരാണ്? പിശാച് നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക്, ഞാൻ ഇതിന് മുൻപേ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, പിശാച് നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് കയറിയിട്ട് എന്ത് ചെയ്യും? പിശാച് നമ്മളെ ഇങ്ങനെ ഇട്ട് കറക്കും. ദൈവം നിന്നെ ഉപേക്ഷിച്ചു, കണ്ടോ, ദൈവം നിന്നെ ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ നിന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെ ആര് കൊണ്ടുവരും? ഈ പിശാച് നമ്മളുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരും, ചിന്തകൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മളതിനെ ശാസിച്ചു വിട്ടോണം. നിരാശയുടെ പിശാച് എന്നെ വിട്ടുമാറും, എൻ്റെ മനസ്സിലേക്ക് നിരാശ കൊണ്ടുവരുന്ന പിശാച് എന്നെ വിട്ടുമാറെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ശാസിച്ച് അതിന്മേൽ ജയമെടുക്കുവാനായിട്ട് തയ്യാറാകണം. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാമോ? നമ്മൾ നിരാശയുടെ അടിത്തട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ വിശ്വാസം കുറയും, പ്രാർത്ഥന കുറയും. അപ്പോൾ ശത്രുവിന് നമ്മളുടെ മേൽ പ്രവർത്തിക്കുവാനായിട്ട് എളുപ്പമാകും. അതുകൊണ്ടാണ് ഈ പിശാച് എന്ത് കൊണ്ടുവരുന്നത്? നിരാശ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഓർക്കുക, ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, എന്നോട് അടുത്ത് വരുവിൻ എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്ത് വരുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് അടുത്ത് വന്ന് നമ്മളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും നമ്മളെ വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചോണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥന കുറയ്ക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചോണം. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു പരിഹാരം ദൈവം തരുമെന്നേ. ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ദാവീദിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറ്റിയത്? പുള്ളി കടന്നു പോകാത്ത വിഷയങ്ങളില്ല, അല്ലേ? എന്തോരം വലിയ വിഷയങ്ങളിലൂടെയാണ് കടന്നുപോയത്. രാജാവിനെ പേടിച്ച്, കുടുംബത്തിൽ സ്വന്തം മകനെ പേടിച്ചൊക്കെ ഓടിപ്പോയി, അല്ലേ? എന്നിട്ട് അവസാനം ദാവീദ് തോറ്റുപോയോ? ദാവീദ് തോറ്റുപോയില്ല. ദാവീദ് എന്തായി തീർന്നു? ദാവീദിനെ യഹൂദയുടെ മാത്രമല്ല ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായിട്ട് ദൈവം അവിടെ വാഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു, അല്ലേ? ദാവീദിൻ്റെ ജീവിതത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വീഴ്ചകളും ഒക്കെ വന്നുവെങ്കിലും ദൈവം കൈവിടാതെ ദാവീദിൻ്റെ കൂടെ ഇരുന്നു. ഓർക്കുക, ദാവീദും ദൈവത്തെ ഉപേക്ഷിച്ച് പോയില്ല, ദൈവത്തിൻ്റെ അടുത്തോട്ട് പറ്റിച്ചേർന്നിരുന്നു. ഓർക്കുക, ഇത്രയും വലിയ അഭിഷേകം വീണം ഇത്രയും ദൈവം ശബ്ദം കേട്ട ദാവീദിൻ്റെ ജീവിതത്തിൽ പോലും എന്ത് കടന്നു വന്നു? ഒരു നിരാശ കടന്നു വന്നു. അപ്പോഴാണ് പുള്ളി 13-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, നമ്മളും സാധാരണ മനുഷ്യരാണ്. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തോട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ 13-ാം സങ്കീർത്തനം എടുത്ത് വെച്ചങ്ങ് ചൊല്ലിക്കോണം, കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലിക്കോണം. ഇവിടെ അപ്പോൾ ദാവീദ് ഈ ഒരൊറ്റ കാര്യമല്ലേ കരച്ചിലിൽ അങ്ങ് ആരംഭിച്ചത്, പിന്നെ എവിടെ അവസാനിച്ചത്? പ്രത്യാശയിൽ അങ്ങ് അവസാനിച്ചു. പ്രത്യാശയിൽ മാത്രമല്ല, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 6-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുക, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാനവന് പാട്ടുപാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ യഹോവ നന്മ ചെയ്തു എന്ന് വെച്ചാൽ കരഞ്ഞ സങ്കീർത്തനം എഴുതി തുടങ്ങിയപ്പോഴത്തേനും അവസാനത്തെ ലൈൻ വന്നപ്പോഴത്തേക്കും 6-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദിനെ കൊണ്ട് ദൈവം എന്താ ചെയ്ത്? ആ 5 എണ്ണത്തിനെ മാറ്റിക്കുന്ന നന്മ ചെയ്തു എന്നർത്ഥം. അതുകൊണ്ട് ഓർക്കുക, ഈ 13-ാം സങ്കീർത്തനം നമ്മൾ ഇതുപോലെയുള്ള സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ 13-ാം സങ്കീർത്തനം അങ്ങ് ഒരു 3, 4, 5 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ നമുക്ക് എത്രത്തോളം റിലീഫ് കിട്ടുന്നോ അത്രത്തോളം നമ്മളെല്ലാ ദിവസവും ഈ 13-ാം സങ്കീർത്തനം അങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒക്കെ ഓർക്കുക, നമ്മളിങ്ങനെ നിരാശയിലോട്ടൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഇതുപോലെ വചനങ്ങൾ വായിക്കുക ചെയ്യേണ്ട. വചനങ്ങൾ വായിക്കുന്നതിനും പ്രത്യേകിച്ച് കുഴപ്പമില്ല, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. 13-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുക. ദൈവം അതിൽ നിന്ന് റിലീഫ് ചെയ്ത് കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് അവസാനം നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കുന്ന, പാട്ട് പാടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട്
13-ാം സങ്കീർത്തനം മറക്കണ്ട. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.